ടാറ്റ പോലെ കേരളത്തിൽ നിന്ന് ഒരു കമ്പനി ഉണ്ടാവാത്തത് എന്തുകൊണ്ട്? ഇത് എല്ലാവരും ഈ ഇപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസിനെ കുറിച്ച് ഇപ്പം നമുക്ക് ഒത്തിരി പരാതികളുണ്ടാവാം. പക്ഷേ ഒന്നാലോചിച്ച് നോക്കൂ, നമ്മുടെ ഈ ഇന്ത്യയിലെ നമ്മൾ മൊബൈൽ ഫോണിൽ സോഷ്യൽ മീഡിയയിലൂടെ യൂട്യൂബിലൂടെ വീഡിയോകൾ എന്നാ കാണാൻ തുടങ്ങിയത്? റിലയൻസിന്റെ ജിയോ രംഗപ്രവേശം ചെയ്തതിനു ശേഷം മാത്രമല്ലേ? അത് ഇന്ത്യയിൽ ഇത്രയും വിപ്ലവം ഉണ്ടാക്കി, ഇത്രയേറെ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർക്ക് യൂട്യൂബിലൂടെ വരുമാനം ഉണ്ടാക്കുകയും സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു സാധ്യത തുറന്നു കൊടുക്കുകയും ചെയ്തതിനെ നമ്മളെപ്പോഴും നന്ദിയോടെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, റിലയൻസ് ഇപ്പോഴും നമുക്ക് ദ്രോഹമായിട്ടാണ് നമ്മൾ കാണുന്നത്. മനസ്സിലായില്ലേ? എല്ലാ രാഷ്ട്രീയക്കാരും പ്രസംഗിക്കുമ്പോൾ റിലയൻസിനെ കുറ്റം പറയും. അപ്പം രണ്ട്, റിലയൻസ് ആരംഭിച്ച ആള് അയാൾ എന്നേക്കാൾ മോശം പശ്ചാത്തലത്തിൽ നിന്നായിരുന്നു, ധീരുഭായ് അംബാനി. ഞാൻ അതിനേക്കാൾ സമ്പന്നനായിട്ട്, മീൻസ് ഒരു അധ്യാപകരായ മാതാപിതാക്കളുടെ മക്കളായിട്ടാണ് ഞാൻ വളരുന്നത്. അപ്പം അത്യാവശ്യം വരുമാനമുണ്ട്, വീട്ടിൽ അത്യാവശ്യം പറമ്പുണ്ട്, കൃഷിയിടങ്ങളുണ്ട്, ഞങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള നെല്ല് കിട്ടാനുള്ള പാടമുണ്ട്, റബ്ബർ തോട്ടമുണ്ട്. അപ്പോൾ അതൊക്കെ ഈ പാലാ പ്രദേശത്തെ ഒരു അത്യാവശ്യം ഭേദപ്പെട്ടെന്ന് പറഞ്ഞാൽ വലിയ സമ്പന്നമൊന്നും അല്ലെങ്കിൽ ജീവിച്ചു